Welcome to Gradeup Academy. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ SLCന്റെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ വീഡിയോന്റെ അവസാനം ഞാൻ രണ്ട് പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് PDF ആയി അയച്ചിട്ടുണ്ട്. ചില കുട്ടികൾ ചെയ്തിട്ടുണ്ട്, പക്ഷേങ്കിൽ എന്താ പറയുക, ഇക്വേഷൻസ് ഒക്കെ എഴുതിയതിലൊക്കെ റൈറ്റ് ആണ്, പക്ഷേ എന്താ പറയുക, അതിൽ ആൻസർ തെറ്റാണ്, ഗുണിച്ചത് കുറച്ച് തെറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ എടുത്ത വാല്യൂസ് എല്ലാം കുറച്ച് മിസ്റ്റേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ചോ. നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഇലക്ട്രിക് മോട്ടോർ വർക്ക്സ് അറ്റ് 200 volt of resistance 100 ohm for 10 minutes. അതായത് ഒരു ഇലക്ട്രിക് മോട്ടോർ ഉണ്ട്, ഇലക്ട്രിക് മോട്ടോർ 200 വോൾട്ട് വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്നതാണ്. ആ ഇലക്ട്രിക് മോട്ടറിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 100 ohm അല്ലേ. അതിന് വർക്ക് ചെയ്ത ടൈം എത്രയാണ് പറഞ്ഞിട്ടുണ്ട്? സമയം 10 minutes ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്നാ, ഫൈൻഡ് ദ പവർ ഓഫ് ദി മോട്ടർ, മോട്ടറിന്റെ പവർ. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനം ഏതാണ്? യെസ്, പി എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലെ, പവർ. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദ മോട്ടർ. എനർജി നമ്മൾ ഇത്രയും കാലം പഠിച്ച ഇക്വേഷൻ എന്തിനും ഹീറ്റിന്റെ ഇക്വേഷൻ പഠിച്ചല്ലേ, നമ്മൾ എനർജി എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചില്ല. അപ്പൊ നമ്മൾ എനർജി ആണ് കണ്ടുപിടിക്കേണ്ടത്, എനർജി. ഓക്കെ, എന്താണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ കറണ്ട് ത്രൂ ദി മോട്ടർ, മോട്ടറിലൂടെ പ്രവഹിച്ച വൈദ്യുതി എത്ര. സോ വി ഹാവ് ടു ഫൈൻഡ് ദിസ് 3 ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ്. അപ്പോൾ ഇവിടെ എന്ത് കണ്ടുപിടിക്കണം നമ്മൾ? ഐ അല്ലേ. ഓക്കെ, ഐ എത്ര? Now listen. First of all, I am going to solve the first question. So in order to, we have to find the value of power which is produced by this motor, which work at a 200 volt and resistance of 100 ohm for 10 minutes. So we studied what is the equation for power. Power is equal to V into I. We know one equation, and other equations are P is equal to I square R, then P is equal to V square by R. From these 3 equations, we must know one thing: which equation is suitable for this question. അതായത് നമുക്ക് പവറിന്റെ 3 ഇക്വേഷൻസ് അറിയാം അല്ലേ. നമ്മൾ ഈ 3 ഇക്വേഷൻസ് പഠിച്ചിട്ട് കാര്യമില്ല, നമ്മളെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഈ 3 ഇക്വേഷനിൽ ഏതാണ് നമ്മൾ സ്യൂട്ട് ചെയ്യേണ്ടത്, ഏതാണ് ഈ ക്വസ്റ്റ്യൻ ആയിട്ട് സ്യൂട്ട് ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണ് നമുക്ക് ആദ്യം അത് മനസ്സിലാവണം. ഇപ്പൊ ശ്രദ്ധിച്ചോ, നമ്മളെ ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റാസ് എന്തെല്ലാം നോക്കിയാ? തന്ന ഡാറ്റാസ്, യെസ്, ഒന്ന് വോൾട്ടേജ് അല്ലേ, വോൾട്ടേജ് വി ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? യെസ്, 200 volt. Voltage V is equal to 200 volt is given. And what next is, yes, resistance. The resistance of motor is already given. Resistance R equal to 100 ohm. Then first question, we have to find the value of power. Also time is also given. Time t equal to 10 minutes. We have already discussed that if the time is given in minutes, we must have to convert this minutes to seconds അല്ലേ. അതായത് ടൈം മിനിറ്റ്സിൽ തന്നെയാണെങ്കിൽ നമ്മൾ ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടി നിർബന്ധമായിട്ട് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ടൈമിന്റെ SI യൂണിറ്റ് ഏതാ? സെക്കൻഡ്. അപ്പോൾ 10 minutes നമ്മൾ എന്ത് ചെയ്യണം? യെസ്, സെക്കൻഡിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം. ഇൻറ്റു 60 അല്ലേ, മിനിറ്റ്സിനെ സെക്കൻഡിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ 60 കൊണ്ട് കൊടുക്കുക. ദെർഫോർ T ഈക്വൽ ടു 600 സെക്കൻഡ് എന്ന് കിട്ടി. ഇനി ഞാൻ ഒന്നാമത്തെ ആൻസർ ചെയ്യുന്നു, ടു ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് പവർ. ഇനി നമുക്ക് പവറിന് 3 ഇക്വേഷൻസ് ഉണ്ട് അല്ലേ. ഫ്രം ദീസ് 3 ഇക്വേഷൻസ് വി മസ്റ്റ് നോ ദാറ്റ് വിച്ച് ഇക്വേഷൻ ഷുഡ് ബി സൂട്ടബിൾ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഏതാണ് പറ്റുക? P equal to VI ആണോ, P is equal to I square R ആണോ, P is equal to V square by R ആണോ? ഏത് ഇക്വേഷൻ ഞാൻ യൂസ് ചെയ്യാം നോക്കുക. നമ്മൾ തന്ന ഡാറ്റ നോക്കുക, വിയും ആറും ടി എന്തായാലും പവറിന്റെ ഇക്വേഷനിൽ വരുന്നില്ല. അപ്പോൾ വിയും ആറും ചേർന്നിട്ടുള്ള ഇക്വേഷൻ നോക്കുക. ഏതാ വിയും ആറും ചേർന്നിട്ടുള്ള? യെസ്, P equal to V square by R. ഓക്കെ ആണല്ലോ. അപ്പോൾ V square by R എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ പവറിന് സ്യൂട്ടബിൾ. സോ ഓൾറെഡി വി നോ ദി 3 equations of power, but from the values which are given in these questions are voltage and resistance. So in order to find the value of power, we have to relate this voltage and resistance. Which equation is suitable? Yes, P is equal to V square by R. So I am taking these equations for solving this data. So P is equal to V square by R.
ഇനി വി സ്ക്വയർ ബൈ ആർ സോൾവ് ചെയ്യുമ്പോൾ എന്ത് തരുക? വിന്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്? യെസ് 200 അല്ലേ. 200 സ്ക്വയർ ഡിവൈഡ് ബൈ ആർ എത്രയാണ്? 100 ഓം. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 200 സ്ക്വയർ എന്ന് പറയുന്നത് 200 ഗുണിക്കണം 200 എന്ന് എഴുതാം, ഡിവൈഡ് ബൈ 100. മുകളിലത്തെ താഴത്തെ 2 0, മുകളിലത്തെ 2 0 ക്യാൻസൽ അല്ലേ. അപ്പോൾ എന്ത് വരും? 200 ഇൻറ്റു 2 എന്ത് വരും? 400. എന്താ നമ്മൾ കണ്ടുപിടിച്ചത്? പവർ അല്ലേ. അപ്പോൾ 400 വാട്ട്. ഫ്രം ദിസ് ഇക്വേഷൻസ് വി സോൾവ് ദ വാല്യൂസ് of V and R and we got the answer as power is equal to 400 watt. So the motor produce a power of 400 watt when it works for 10 minutes. Okay ആണല്ലോ. Next നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? Yes, find the energy produced by the motor. So we have to find the energy. Already we discussed about only heat അല്ലേ. ഹീറ്റിനെ പറ്റിയുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. H is equal to I square RT, H is equal to V square by R into T, H is equal to VIT. But the term here is not heat. What is the term? Find the energy. കുറേ കുട്ടിയൊക്കെ ഇത്രയും കാലം ഹീറ്റ് പഠിച്ചിട്ട് പെട്ടെന്ന് എനർജി എന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് കൺഫ്യൂഷൻ ആവും. എനർജി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഹീറ്റ് തന്നെയാണ്. ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ഹീറ്റിന്റെ ഇക്വേഷൻ എന്നാ? H is equal to I square RT is there and other equations are what? H is equal to V square by R into T and other equation is H is equal to VIT. These three equations also give the value of energy. ഓക്കെ ആണല്ലോ. ഹീറ്റ് എന്താണെന്നാ പറയുന്നത്? ഒരു എനർജി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മോട്ടറിന് എനർജി കണ്ടുപിടിക്കാൻ ഹീറ്റിന് പകരം എന്ത് ചെയ്താൽ ഇവിടെ എന്ന് ചേർത്താൽ മതി. ഓക്കെ അല്ലേ. അപ്പോൾ ഹീറ്റും എനർജിയും സെയിം ആണെങ്കിൽ എനർജീൻ്റെ ഇക്വേഷൻ എന്ത് തന്നെയായിരിക്കും? ഇത് I square RT തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ എനർജി ഈസ് ഈക്വൽ ടു V square by R into T ആയിരിക്കും. നെക്സ്റ്റ് എനർജി ഈസ് ഈക്വൽ ടു VIT ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാ നമുക്ക് നോക്കണം. സോ ഫ്രം ദിസ് വിച്ച് ഇക്വേഷൻ ഷുഡ് ഐ യൂസ് ടു സോൾവ് ദിസ്? വാട്ട് തന്നിട്ടുണ്ട്, 200 വാട്ട് തന്നിട്ടുണ്ട്, പിന്നെ R equal to 100 ഓം തന്നിട്ടുണ്ട്, ടി ടൈം ഈസ് ഈക്വൽ ടു 600 സെക്കൻഡ് അല്ലേ നമ്മൾ നേരത്തെ കണ്ടത്. From these three datas, which equation is suitable to find out the value of energy? V is given, R is given, T is given. V is given, R is given, T is given. So we use these second equations to solve this second question. So energy is equal to V square by R into T. V എത്രയാണ്? 200 അല്ലേ. അപ്പോൾ 200 സ്ക്വയർ ഡിവൈഡ് ബൈ R എത്രയാണ്? 100 into T. ഇനി 200 എത്രയാണ്? 200 സ്ക്വയർ. യെസ്, ഞാൻ അങ്ങനെ 200 സ്ക്വയർ ആയിട്ട് കണ്ടുപിടിക്കുന്നില്ല. ടൈം നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 600 അല്ലേ. 200 into 200 into 600 whole divided by 100. 2 zeros are cancelled. Then by solving from this three numbers, 200 into 2, 400, 400 into 600. 400 into 600 is equal to 24,000 Joule. The unit of energy is Joule, unit of work is Joule, unit of heat is also Joule. So here we take 24,000, sorry, not 24,000, 2,40,000 Joule as energy. ഇനി ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതിൻ്റെ ആൻസർ എനർജി എത്രയാണെന്ന് കണ്ടുപിടിച്ച് 2,40,000 കണ്ടുപിടിച്ചു അല്ലേ. പക്ഷെ നമ്മൾ ഫിസിക്സിൽ നമ്മളിങ്ങനെ കുറേ പൂജ്യങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് എഴുതില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഈ പൂജ്യങ്ങളെല്ലാം 10ന്റെ പവറിലോട്ടേക്ക് മാറ്റും. ശ്രദ്ധിച്ചോ എന്താ ചെയ്യാൻ നോക്കുന്നത്? ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ തന്നെ 24 അതേപോലെ അവിടെ എഴുതി. 24 അതേപോലെ എഴുതി. ഈ 24 കൂടെ 1 2 3 4 അല്ലേ, 4 പൂജ്യങ്ങൾ ചേർത്തിട്ടാണല്ലോ നമുക്ക് 2,40,000 കിട്ടിയത്. അതിന് പകരം ഞാനിവിടെ ചെയ്ത് 24 എഴുതിയതിനു ശേഷം 10⁴ എഴുതി. അതായത് ഈ 4 പൂജ്യത്തിന് പകരം ഞാൻ എന്താക്കി? അതിനെ 10ന്റെ പവറിലോട്ടേക്ക് കൃത്യാങ്കങ്ങളിലേക്കാക്കി. ഇപ്പം 4 പൂജ്യത്തിന് പകരം ഞാൻ ഇത് 10⁴ എഴുതി. പിന്നെ നെക്സ്റ്റ് ആരുള്ളത്? ജൂൾ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 24 × 10⁴ ജൂൾ അങ്ങനെ എഴുതാം. ഓക്കെ ആണല്ലോ. ഇതിന് പുറമെ ഈ എനർജി കണ്ടുപിടിക്കാനുള്ള വേറൊരു ഇക്വേഷൻ എന്താ വഴി? ശ്രദ്ധിച്ചോ, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇക്വേഷനിൽ വി ഹാവ് ഓൾറെഡി ഫൗണ്ട് ദ വാല്യൂ ഓഫ് പവർ അല്ലേ. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് പവർ? യെസ്, 400 watt. 400 watts we have already found. Then next question we have to find the energy. What is the value of energy?
we already know another equation P into T അല്ലേ. പവർ ഇൻറ്റു ടൈം ഈസ് ഓൾസോ ഗിവ് ദ വാല്യൂ ഓഫ് എനർജി. അതായത് പവറിനെ ടൈം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എനർജീൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ പവർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 400 ഇൻറ്റു ടൈം എത്രയാണ് പറഞ്ഞത്? യെസ് 600. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 24,000 ജൂൾ. ഓക്കെ, നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൺവേർട്ട് ചെയ്യുമ്പോൾ 24 ഇൻറ്റു 10⁴ ജൂൾ. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ അപ്പോൾ ഇതേപോലെ കുറേ സീറോസ് ഇങ്ങനെ തുടർച്ചയായിട്ട് വരുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക? 10ന്റെ പവറിലോട്ടേക്ക് എഴുതും. അതാണ് നമ്മൾ ഫിസിക്സിൽ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ സീറോസ് ഒന്നും ഇങ്ങനെ തുടർച്ചയായി എഴുതൂല. അതിന് പകരം എന്ത് ചെയ്യും? 10ന്റെ പവറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് ആ ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ എഴുതുക. ഓക്കെ ആണല്ലോ. അത് നമ്മളിപ്പോൾ ഇനി ശ്രദ്ധിക്കുക. ഇനി അങ്ങനെ ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കണം അല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? യെസ്, we have to find the current through the motor. മോട്ടറിലൂടെ പ്രവഹിച്ച കറണ്ട് എത്ര എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ശ്രദ്ധിച്ചോ. നമ്മൾ കറണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓംസ് ലോ. വാട്ട് ഈസ് ഓംസ് ലോ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the voltage across a conductor is directly proportional to current through it. Then this directional proportion is changes with the using constant resistance അല്ലേ. V is equal to I into R. അങ്ങനെയാണെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ട ആളാരാണ്? ഐ എനിക്ക് കണ്ടുപിടിക്കണം. ഞാൻ എന്ത് ചെയ്യണം? ഈ ആറിനെ മാറ്റണം. ആർ എങ്ങോട്ടേക്ക് പോകും? താഴോട്ടേക്ക് ഇതിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് പോകും. ദെൻ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഐൻ്റെ വാല്യൂ, കറണ്ടിൻ്റെ വാല്യൂ എന്ത് കിട്ടും? കറണ്ട് I is equal to V by R. Then V is already given എത്രയാ? 200 volt and R is also given 100 ohm. So by solving this 200 by 100 is 2 ampere. കറണ്ടിൻ്റെ യൂണിറ്റ് എന്നാണ് 2 അല്ലേ, സോറി ആംബിയർ. അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും I is equal to 2 ampere. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ തന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. An electric heater works in a current of 4 ampere, 0.4 ampere with a resistance of 500 ohm for 5 minutes. Then find the heat energy produced. Second question, find the voltage across the heater. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് an electric heater എന്ത് ചെയ്യുന്നുണ്ട്? 0.4 ampere കറണ്ട് അല്ല, 0.4 ampere കറണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രിക് ഹീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 500 ohm. 500 ohm ആണ് റെസിസ്റ്റൻസ്. ആൻഡ് വർക്ക്സ് ഫോർ ടൈം എത്ര വന്നിട്ടുണ്ട്? 5 minutes അല്ലേ. 5 minutes. ദെൻ ഫൈൻഡ് ദ എനർജി പ്രൊഡ്യൂസ്ഡ്. ഫൈൻഡ് ദ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് അല്ലേ. ഹീറ്റ് എനർജി വെച്ച്. ഓക്കെ, ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വോൾട്ടേജ് അക്രോസ് ദ ഹീറ്റർ. ഈ രണ്ടാൾക്കാരാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് വോൾട്ടേജ് കണ്ടുപിടിക്കണം, പിന്നെ ഹീറ്റ് എനർജി വിയും അതുപോലെ തന്നെ എച്ച്. ഈ രണ്ടാൾക്കാരല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എച്ച് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇനി ഇവിടെയോ വോൾട്ടേജ് വി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. So in order to find the values of H and V, first of all we have to write the datas given in this question. What are the various datas given? Yes, first one is current അല്ലേ. കറണ്ട് I എത്രയാണ് തന്നിട്ടുണ്ട്? കറണ്ട് 0.4 ampere ആണ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഏത് തന്നിട്ടുള്ളത്? യെസ്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, അതായത് ആ ഹീറ്റിംഗ് കോയിലിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? R ഈക്വൽ ടു 500 ohm തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ, യെസ്, ടൈം ഈസ് ഓൾസോ ഗിവൺ. ടൈം ടി എത്രയാണ് തന്നിട്ടുണ്ട്? 5 minutes അല്ലേ. 5 minutes എഴുതാൻ പറ്റുമോ? ഇല്ല. When we get the unit of time in minutes, we have to convert this minutes to second. So the 5 is multiplied with the 60, then we will get 300 seconds as the time t. അപ്പോൾ ഈ ഡാറ്റാസ് ഒക്കെ നമുക്ക് കിട്ടി. നമ്മൾ ഈ ഡാറ്റാസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? യെസ്, എച്ച് അല്ലേ. എച്ചിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട്? H is equal to I square RT പഠിച്ചിട്ടുണ്ട്, H is equal to VIT പഠിച്ചിട്ടുണ്ട്, പിന്നെ H is equal to V square by R into T. So we have studied these three equations. H is equal to I square RT, H is equal to V square by R into T, H is equal to VIT. From these three equations, which is suitable for this question? ഏതാ സ്യൂട്ട് ആവുക? ഏത് ഇക്വേഷനാണ് നമ്മൾ ഈ ഇക്വേഷൻ, അതായത് ഇവിടെ കണ്ടുപിടിക്കുന്ന ഹീറ്റ് എനർജീൻ്റെ ഇക്വേഷൻ സ്യൂട്ട് ആവുക? യെസ്, I is given, R is given, T is given. I, R, T. These three values are related in which equation? H is equal to I square RT. Okay അല്ലേ.
അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഐ ഉണ്ട്, ആർ ഉണ്ട്, ടി ഉണ്ട്. ഈ മൂന്നാൾക്കാരും ചേർന്ന് വരുന്ന ഇക്വേഷൻ ഏതാണ് നമ്മൾ ഹീറ്റിൻ്റെ പഠിച്ചത്? H is equal to I square RT. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത് ഐ ഈസ് ഗിവൺ എത്രയാ? യെസ് 0.4 സ്ക്വയർ ഇൻറ്റു ആർ എത്രയാണ് തന്നിട്ടുള്ളത്? 500 ഇൻറ്റു ടി എത്രയാണ് തന്നിട്ടുള്ളത്? 300 അല്ലേ? എന്നെ ശ്രദ്ധിച്ചാൽ ഇവിടെ ചില ആൾക്കാർക്ക് തെറ്റ് പറ്റുന്ന ഒരു ഭാഗമാണ് 0.4 സ്ക്വയർ. 4 സ്ക്വയർ ആണെങ്കിൽ എല്ലാവർക്കും ധൈര്യമായിട്ട് പറയാൻ പറ്റും യെസ് 16 is the answer. പക്ഷേ 0.4 when we find out the value of 0.4 most of the students get confused. എന്താ കാരണം? അതിനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു പോയിന്റുള്ള സംഖ്യേൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരം എത്ര പോയിന്റ്? ഒരു പോയിന്റുള്ള സാധനം സ്ക്വയർ കണ്ടുപിടിക്കുക എത്ര പോയിന്റ് ആയിട്ട് മാറണം? ഉത്തരത്തിൽ 2 പോയിന്റ് ആയിട്ട് മാറണം. ഇപ്പോൾ ഉദാഹരണത്തിന് 0.1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1ൻ്റെ സ്ക്വയർ നമ്മൾ 1 ആണ് പഠിച്ചത്. പക്ഷേ 0.1ൻ്റെ സ്ക്വയർ 0.01 ആയിരിക്കും. 0.1ൻ്റെ സ്ക്വയർ എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു പോയിന്റുള്ള സംഖ്യേൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ അത് നേരെ എത്ര പോയിന്റ് ആയിട്ട് മാറും? 2 പോയിന്റ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ 4ൻ്റെ സ്ക്വയർ എത്രയാണെന്നറിയാം നമുക്ക്? 4ൻ്റെ സ്ക്വയർ 16 ആണെന്നറിയാം അല്ലേ? അപ്പോൾ 0.4ൻ്റെ സ്ക്വയർ എന്താ വേണം? 2 പോയിന്റ് മാറണം. 1 2 അപ്പോൾ എന്തൊരു 0.16. സോ ദ ആൻസർ ഓഫ് 0.4 സ്ക്വയർ ഈസ് 0.16. നമ്മൾ ഈ 0.4ൻ്റെ വാല്യൂ നമ്മൾ എന്താക്കുന്നത് ഇവിടെ? യെസ് ഹിയർ വി ടേക്ക് 0.16 ആസ് ദി ആൻസർ ഓഫ് 0.4 സ്ക്വയർ ഇൻറ്റു 500 ഇൻറ്റു 300. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാൻ ശ്രദ്ധിച്ചോ? വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഗുണിക്കാൻ ഒരു തെറ്റുമില്ല, ആൻസർ എന്തായാലും ഡയറക്റ്റ് കിട്ടും. പക്ഷേങ്കിൽ ഈ 0.16 0.16നെ ഈ പോയിന്റ് ഒന്നും ഇല്ലാണ്ട് 16 വെച്ച് ചെയ്യുന്നതാണ് നമുക്ക് എന്താ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അവസാനം ആൻസർ ചെയ്യുമ്പോൾ പോയിന്റ് പരിഗണിക്കണം, പോയിന്റ് എവിടെയെല്ലാം ചേർക്കണം, അതെല്ലാം കുറച്ച് അവസാനം നോക്കേണ്ടി വരും. അപ്പോൾ ഈ ഡയറക്റ്റ് ഈ 0.16ൻ്റെ എത്ര പോയിന്റ് എവിടെയുള്ളത്? ദർ ആർ 2 പോയിന്റ്സ്. ഓക്കെ 1 2 അല്ലേ? 2 പോയിന്റ് സ്ഥാനം ഉള്ളത്. 2 പോയിന്റ് പൊസിഷൻ ഇസ് ദർ. അങ്ങനെയാണെങ്കിൽ 2 പോയിന്റ് പോക്കാൻ എന്താ ചെയ്യുക? ഒന്നിക്കൽ 2 പോയിന്റ് പോക്കാൻ ഞാൻ 100 കൊണ്ട് ഗുണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് ഓൾറെഡി നോക്കിയാൽ ഇവിടെ ഓൾറെഡി എത്ര 0 ഉണ്ട്? 1 2 0 ഉണ്ട്. ഇവിടെയും 1 2 0 ഉണ്ട്. ടോട്ടൽ ഇവിടെ 4 0 ഉണ്ട് അല്ലേ? ഈ 4 0-ത്തിൽ ഏതെങ്കിലും 2 0 ഇതാ ഇവിടെ വെച്ച് ചേർക്കുമെന്ന് സംഭവിക്കുക. ഈ 2 പോയിന്റ് സ്ഥാനം പോകും. ഇത്ര പോയിന്റ് സ്ഥാനമുള്ള 2 പോയിന്റ് സ്ഥാനം പോകണം. ഈ 2 പോയിന്റ് സ്ഥാനം പോകാൻ ഞാൻ 2 0 എടുക്കുന്നു. അപ്പോൾ 2 0 എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 16 ഇൻറ്റു 5 2 0 ഇവിടെ പോയി. അപ്പോൾ ഇതിൻ്റെ പോയിന്റ് സ്ഥാനം പോയി ഇൻറ്റു 300. ഇനി 16 5 എത്ര വരിക? യെസ് 80 അല്ലേ? 80 ഇൻറ്റു 300 എന്ന് വരും. ഇത് നമ്മൾ ചെയ്യുമ്പോൾ 24,000 ജൂൾ ആൻസർ കിട്ടും. 24,000 ജൂൾ ആയിരിക്കും ആൻസർ. ഇതിനെ ഞാൻ പറഞ്ഞാൽ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 24 ഇൻറ്റു 10⁻³ ജൂൾ. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ട രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. We have to find the value of V അല്ലേ? What is the voltage across this heating coil? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഓംസ് ലോ പ്രകാരം V is equal to എന്താ നമ്മൾ പഠിച്ച? യെസ് V is equal to I into R അല്ലേ? I is given 0.4 ampere and R is also given 500 ohm. So I equal to 0.4 into R is 500. എന്താ സംഭവിക്കുക ഇത് ചെയ്യുമ്പോൾ? ശ്രദ്ധിച്ചോ, ഇവിടെ ഉണ്ടാകുന്ന ഒരു 0 ഉണ്ട്, ഇവിടെ പോയിന്റ് ഒറ്റ സ്ഥാനമുള്ളൂ അല്ലേ? ഈ ഒരു 0 ഈ ഒരു പോയിന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? ഇവിടുത്തെ ഒരു പോയിന്റ് സ്ഥാനം പോകും. ഇത് ശരിക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരു പോയിന്റ് സ്ഥാനം ഇപ്പോൾ 0.4നെ ഞാൻ 10 കൊണ്ട് ഗുണിച്ചെന്താവും? 4 ആവും. നമ്മൾ എത്ര പോയിന്റ് ഉണ്ടോ അതിനെ നമ്മൾ അതിൻ്റെ 0 കണക്കായിട്ടുള്ള 100 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ 1000 അത് കണക്കായിട്ട് ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ പോയിന്റ് നഷ്ടം. ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് 0.373 ഈ 0.373 എത്ര പോയിന്റ് ഉണ്ട്? 1 2 3 അല്ലേ? എനിക്ക് ഈ 3 പോയിന്റ് പോക്കാൻ ഞാൻ എന്ത് ചെയ്തോ? ഇതാ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. 1000 കൊണ്ട് ഗുണിച്ച് ഈ 3 0 കണക്കായിട്ട് 3 പോയിന്റ് പോകും. അപ്പോൾ എത്ര ആൻസർ വരും? 373. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനിതാ ഇവിടെ നമ്മളെ ആൻസറിൽ 0.4 ഇൻറ്റു 500 എന്നുള്ളത് അല്ലേ? അപ്പോൾ 0.4 ഇൻറ്റു ഇവിടെ ഒരു 10നെ കൊണ്ടാണ് ഗുണിക്കേണ്ടത് അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് ഡയറക്റ്റ് പുതിയ 10 കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നോക്കിയാൽ ഈ 50നെ 10 കൊണ്ട് ഗുണിച്ചാൽ എന്താണ്? 500 അല്ലേ ആൻസർ? 50നെ 10 കൊണ്ട് ഗുണിച്ചാൽ 500 ആണ്. ഈ 10 ഈ പോയിന്റ് 4 വെച്ച് ഗുണിച്ചാൽ എന്താ സംഭവിക്കുക? യെസ് ഒരു പോയിന്റ് പോകും. അപ്പം 4 വരും. 4 ഇൻറ്റു 50. അതാണ് ഞാൻ ഡയറക്റ്റ് എങ്ങനെ എഴുതുന്നത്? ഇതാ 500ൻ്റെ ഒരു 0 ഞാനിവിടെ, അതായത് 500ൻ്റെ ഒരു 10നെ ഞാൻ ഇവിടെ ഗുണിച്ച് അപ്പോൾ എന്ത് ചെയ്യും? 4 ഇൻറ്റു ഒരു 0 പോകും അല്ലേ? ഓക്കെ, അപ്പോൾ 4 ഇൻറ്റു 50 എത്ര വരും? Yes, 200 volt. So this motor will work. Sorry, motor alla endana? Yes, electric heater works
at a voltage of 200 volt. ഓക്കെ ആണല്ലോ, 200 വോൾട്ടിലാണ് ഈ മോട്ടോർ വർക്ക് ചെയ്യുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 11 ഒരു എക്സ്പെരിമെൻ്റാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. ഹിയർ വി ആർ ടേക്കിംഗ് 2 വയേഴ്സ് ആൻഡ് ദിസ് വയർ ഈസ് നിക്രോം. നിക്രോം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ, നിക്രോം. ആൻഡ് ദിസ് ഈസ് എ നോർമൽ കോപ്പർ കോയിൽ, ഒരു ചെമ്പ് കമ്പി, അതൊരു കോപ്പർ കോയിൽ. ഇപ്പോൾ 2 കോയിൽസ് എടുത്തിട്ടുണ്ട്, ഒന്ന് നിക്രോമും ഒന്ന് കോപ്പറിൻ്റെ ചെമ്പ് കമ്പി. അത് നമ്മുടെ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഹൗസിംഗ് വയറിംഗ് സിസ്റ്റത്തിനുള്ള യൂസ് ചെയ്യുന്ന കോപ്പർ വയറാണ്, അതാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ്, ഈ 2 വയേഴ്സും നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് 2 ബീക്കറിലാണ് വിത്ത് കപ്പാസിറ്റി ഓഫ് 200 ml ആൻഡ് വി ഹാവ് ടേക്കൺ 100 ml വാട്ടർ ടു ദീസ് ഈച്ച് ബീക്കേഴ്സ്. ഇനി എന്താ പറയുന്നത് വെച്ചാൽ, നമ്മളിവിടെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന, ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടിക്ക് നമ്മളിവിടെ കുറച്ച് ആൾക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താ, ബാറ്ററി അല്ലേ, ബാറ്ററി ഇവിടെ 6 വോൾട്ടിലൊരു ബാറ്ററി ഉണ്ട്, ഇത് സ്വിച്ച്, പിന്നെ റിയോസ്റ്റാറ്റ് ആൻഡ് അമ്മീറ്റർ. യെസ്, ഇതിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളായിരിക്കും ഇത്, അല്ലെങ്കിൽ ഒരു മുൻപരിചയമില്ലാത്ത ഒരാളാണ് ഇത്. റിയോസ്റ്റാറ്റ് അല്ലേ, RH എന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞ ഡിവൈസ് എന്ന് പറഞ്ഞത് റെസിസ്റ്റൻസ് വാരി ചെയ്യാൻ പറ്റുന്ന ഒരു സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസ് വാരി ചെയ്യും. അങ്ങനെ ഈ റെസിസ്റ്റൻസ് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇതിലേക്ക് കൂടി ഒഴുകുന്ന കറണ്ടിൻ്റെ ഫ്ലോയിൽ നമുക്ക് എന്ത് ചെയ്യാം, വാരി ചെയ്യാൻ പറ്റും. അതായത് ശ്രദ്ധിച്ചോ, ഇവിടെ റെസിസ്റ്റൻസ്, ഇത് ഈ ഡിവൈസിൽ കുറേ റെസിസ്റ്റൻസ് വയറുണ്ടാവും. ആ വയേഴ്സ് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടാവും, ഒരു ഡിവൈസ് ഉണ്ടാവും, അതിലിങ്ങനെ കുറേ റെസിസ്റ്റൻസ് വയറിങ് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടാവും. ഈ റെസിസ്റ്റൻസ് വയർ ചുറ്റിയിട്ട് ഇവിടെയാണ് നമ്മൾ എന്തുണ്ടാവുക, ഒരു മൂവബിൾ ജോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. ഈ മൂവ് ചെയ്യുന്നതിനനുസരിച്ച്, ഈ ജോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കറണ്ടിൽ, ഈ സർക്യൂട്ടിലുള്ള കറണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് വാരി ചെയ്യാൻ പറ്റും. അങ്ങനെ കറണ്ടിൻ്റെ വാല്യൂ വാരി ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിയോസ്റ്റാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി എന്താ എക്സ്പീരിയൻസ് ശ്രദ്ധിച്ചോ. നമ്മളെ നിക്രോം വയറിൻ്റെ പ്രത്യേകത എന്താണ്? നിക്രോം വയർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക, നമ്മൾ ഹീറ്റിംഗ് കോയിലായിട്ട് അല്ലേ, ഹീറ്റിംഗ് കോയിലായിട്ടാണ് യൂസ് ചെയ്യുക. നമുക്കറിയാം, energy or heat energy produced by a conductor or by a heating coil is equal to H is equal to I square R into T. ഓക്കെ ആണല്ലോ, ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഞാനിതാ ഈ 2 മെറ്റീരിയൽസിൻ്റെയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന. സോ ഹിയർ വി ആർ ഡിസ്കസിങ് ദീസ് 2 wires which one is taken as nichrome and other is copper. According to heat equation, H is equal to I square R T. While considering first wire nichrome, what are the various things we have to find from these equations on the basis of this nichrome wire? എന്തല്ല വരുക, ഒന്ന് I അല്ലേ, I 2 ആൾക്കാർക്കും സെയിം തന്നെയാണ്. കറണ്ട് എന്താണെന്ന് വെച്ചാൽ സർക്യൂട്ടിലേക്ക് കൂടി വരുന്ന കറണ്ട് 2 ആൾക്കാർക്ക് സെയിം. കാരണം ഈ 2 വയേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. വെൻ 2 ഡിവൈസസ് ഓർ വെൻ 2 റെസിസ്റ്റൻസ് ഓർ 2 മെറ്റീരിയൽസ് കണക്റ്റഡ് ഇൻ സീരീസ്, കറണ്ട് ത്രൂ ദിസ് മെറ്റീരിയൽസ് വിൽ ബി സെയിം. സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സീരീസിൽ കറണ്ട് സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിക്രോം വയറിലും കോപ്പർ വയറിലേക്ക് കൂടി പോകുന്ന കറണ്ടിൻ്റെ കാര്യം നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. കറണ്ട് 2 ആൾക്കാർക്കും സെയിം. അപ്പം നിക്രോം ആയിക്കോട്ടെ, കോപ്പർ വയർ ആയിക്കോട്ടെ, എന്താ ഫസ്റ്റ് കേസിൽ കറണ്ട് ഈസ് സെയിം അല്ലേ, കറണ്ട് സെയിം ആണ്. നമ്മൾ എന്തിനാ ഇത് ചെയ്യുന്നത്, നമ്മൾ എന്തിനാ ഈ അനാലിസിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഇക്വേഷൻ വെച്ചിട്ട് 2 വയേഴ്സിനുള്ള ഹീറ്റ് എനർജിയിലുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. അതായത് ഒരു വയറിൽ റെസിസ്റ്റൻസിന്റെ ടേം മാറും, എന്താ സംഭവിക്കുക, റെസിസ്റ്റൻസിന്റെ ടേം എങ്ങനെ മാറും, അതുപോലെ ടൈം I എന്തൊക്കെയാണ് ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇത്. ഓക്കെ, നെക്സ്റ്റ്, അപ്പോൾ കറണ്ട് 2 മെറ്റീരിയൽസും കണക്ട് ചെയ്ത സീരീസ് ആയതുകൊണ്ട് കറണ്ട് ഓൺ ദീസ് 2 മെറ്റീരിയൽസ് ആർ സെയിം. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് റെസിസ്റ്റൻസ് പറഞ്ഞ ടേം ആറിൻ്റെ കേസിൽ എന്താ പ്രത്യേകത വരിക? ഓൺ ദ ബേസിസ് ഓഫ് ദിസ് നിക്രോം വയർ ഫോർ R ഈസ് വെരി മച്ച് ഓർ വെരി ഗ്രേറ്റ് അല്ലേ. എന്താ കാരണം? ഏറ്റവും കൂടുതൽ വെരി ഹൈ വാല്യൂ ആണ് എന്ത് വരിക, നിക്രോം വയറിന് വരിക. എന്താ കാരണം? നിക്രോം വയർ എന്ന് പറയുന്നത് ഹീറ്റിംഗ് കോയിലാണ്. ഹീറ്റിംഗ് കോയിലിന് റെസിസ്റ്റൻസ് കൂടുതലാണ്. അതിൽ നിക്രോം എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് നിക്കലുണ്ട്, പിന്നെ ക്രോമിയം ഉണ്ട്, പിന്നെ അടുത്തുള്ളത് അയൺ അല്ലേ, Fe ഉണ്ട്.
ഓക്കെ, ഈ മൂന്നാൾക്കാരും കമ്പൈൻ ചെയ്തിട്ടുള്ള ഈ മെറ്റീരിയലിന് റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ഇനി എന്താണ് റെസിസ്റ്റൻസ്? അത് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കായിട്ടാണ് പഠിക്കേണ്ടത്. അതിൻ്റെ ചെറിയൊരു ഐഡിയ ഞാൻ പറയാം. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ട് ഫ്ലോന്റെ ബ്ലോക്കേജ്, അതായത് കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ഉള്ള തടസ്സത്തിന് നമ്മൾ എന്താ പറയുക? റെസിസ്റ്റൻസ് പറയാം. അപ്പോൾ ഈ നിക്രോം വയറിന് റെസിസ്റ്റൻസ് വെരി ഹൈ ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് വെരി ഹൈ ആണെങ്കിൽ ആ കറണ്ടിനെ അവിടെ എന്ത് ചെയ്യും? അത് കുറേ നേരം അവിടെ തടഞ്ഞു നിർത്തും. അതായത് ഈ കറണ്ട് ഫ്ലോനെ അവിടെ എന്ത് ചെയ്യും? തടഞ്ഞു നിർത്താനുള്ള കഴിവ് നിക്രോം വയറിന് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ R ഇവിടെ നിക്രോമിന്റെ കേസിൽ എന്തായിരിക്കും? R കൂടുതലായിരിക്കും. നിക്രോമിന്റെ കേസിൽ R കൂടുതലായിരിക്കും. ഇനി കോപ്പറിന്റെ കേസിലോ? കോപ്പർ വയറിന്റെ കേസിൽ R കുറവാണ്. റെസിസ്റ്റൻസ് ഇതിനെ ബേസ് ചെയ്യുമ്പോൾ, അതായത് നിക്രോം വയറിനേക്കാളും കോപ്പർ വയറിന് റെസിസ്റ്റൻസ് വളരെ കുറവാണ്. ഓക്കെ ആണല്ലോ, റെസിസ്റ്റൻസ് വളരെ കുറവാണ്. ഇനി ടൈം, രണ്ടാൾക്കാർ ഞാൻ സെയിം ടൈം, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇത് വർക്ക് ചെയ്ത് വെച്ചോ. അപ്പോൾ ടൈം എല്ലാവരും എന്താ? സെയിം അല്ലേ? സോ ടൈം ഈസ് സെയിം. റെസിസ്റ്റൻസ് ഇവിടെ കൂടുതലാണ്, ഇവിടെ റെസിസ്റ്റൻസ് കോപ്പറിൻ്റെത് കുറവാണ്. ഈ ഡാറ്റാസിനെ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? ഇപ്പോൾ ഈ 2 ബീക്കറിൽ ഞാൻ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ, ഐ എം ഗോയിങ് ടു ചെക്ക് ദ ടെമ്പറേച്ചർ ഓഫ് ദീസ് 2 ബീക്കേഴ്സ് ബൈ യൂസിങ് തെർമോമീറ്റർ വെച്ച് ഞാൻ എന്ത് ചെയ്ത് 2 ബീക്കറിലെയും ജലത്തിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്ത് എന്താ സംഭവിക്കുക? യെസ്, ഓട്ടോമാറ്റിക്കായിട്ട് ഏത് ബീക്കറിലെ ടെമ്പറേച്ചർ, വെള്ളത്തിനായിരിക്കും ടെമ്പറേച്ചർ കൂടുതൽ? ഓഫ് കോഴ്സ് ബീക്കർ എ വിൽ ഹാവ് മോർ ടെമ്പറേച്ചർ ദാൻ ബീക്കർ ബി. എന്താ കാരണം? ശ്രദ്ധിച്ചോ, നമ്മൾ ഹീറ്റ് എനർജി ഇക്വേഷൻ പ്രകാരം H = I²RT അല്ലേ പഠിച്ചത്? H = I²RT. ഈ H = I²RT എന്ന് പറയുമ്പോൾ ഇവിടെ നിക്രോമിന്റെ കേസിൽ I²RT ഉണ്ട്, കോപ്പറിന്റെ കേസിലുള്ള H = I²RT. ഈ രണ്ടാൾക്കാരിലും ഐയും സെയിം അല്ലേ? അതിലൊരു മാറ്റമില്ല. ടിയും സെയിം. പക്ഷേ ആറിന്റെ കേസിൽ നോക്കിയാട്ടെ, നിക്രോം R വളരെ കൂടുതലാണ്. R കൂടുതലാണ്, കോപ്പറിന് R കുറവാണ്. അപ്പോൾ ഇവിടെ ആറിന്റെ വാല്യൂ കൂടുമ്പോൾ, നമ്മുടെ ഒരു ഇക്വേഷനിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു സംഖ്യേന്റെ വാല്യൂ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് R കൂടും, അതിന്റെ ആൻസർ കൂടുമല്ലോ. അപ്പോൾ ഇവിടെ ആറിന്റെ വാല്യൂ കൂടുന്നതാണെങ്കിൽ ഹീറ്റ് എനർജി എന്ത്? ഹീറ്റ് കൂടുതലായിരിക്കും. ഹീറ്റ് എനർജി ഈസ് മോർ. ഇനി ഈ കേസിൽ R കുറവല്ലേ? ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റെസിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ ഇവിടെ ഹീറ്റ് എനർജി ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏത് ബീക്കറാണ് കൂടുതൽ നേരം കൂടുതൽ ചൂടുണ്ടാവുക അല്ലെങ്കിൽ താപം ഉണ്ടാകുന്ന ചോദിച്ചാൽ, ടെമ്പറേച്ചർ ഏതിനുണ്ടാവും എന്ന് ചോദിച്ചാൽ ഏതിനാ? ബീക്കർ എ. ബീക്കർ ബിക്ക് ടെമ്പറേച്ചർ കുറവായിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ എക്സ്പെരിമെന്റിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, A, B എന്നിവയിൽ ഏത് ബീക്കറിലെ ജലമാണ് കൂടുതൽ ചൂടായത്, എന്തുകൊണ്ട്? സോ കൺസിഡർ ദിസ് 2 ബീക്കേഴ്സ്. ദ വാട്ടർ ഇൻ വിച്ച് ബീക്കർ ഈസ് ഹൈ ടെമ്പറേച്ചർ? ഏത് ബീക്കറിലാണ് ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള ജലം ഉള്ളത് അല്ലേ? ഏതാ? യെസ്, നിക്രോം കണ്ടെയ്ൻ ചെയ്യുന്ന വെള്ളത്തിൽ അല്ലേ, ബീക്കറിൽ. ഓക്കെ, PQ കോയിൽ നിക്രോം. അപ്പോൾ ബീക്കർ എയിലാണ് ടെമ്പറേച്ചർ കൂടുതലുള്ളത്. എയിലാണ് ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ. ഇനി വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? എന്താ റീസൺ ചോദിച്ചാൽ അതാണ് നമ്മളിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. എന്താണ്? അക്കോർഡിംഗ് ടു നിക്രോം ആൻഡ് കോപ്പർ, നിക്രോം ഹാവ് ഹൈ റെസിസ്റ്റൻസ് ദാൻ കോപ്പർ വയർ. നിക്രോമിന് കോപ്പർ വയറിനേക്കാളും റെസിസ്റ്റൻസ് കൂടുതൽ അല്ലേ? അതുകൊണ്ട് ആറിന്റെ വാല്യൂ കൂടുതൽ. ദ വാല്യൂ ഓഫ് R ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് വാല്യൂ ഓഫ് R ഓഫ് കോപ്പർ. സോ ഹീറ്റ് ഈസ് മോർ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് കോപ്പർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതേ സർക്യൂട്ടിൽ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് കറണ്ട് വർദ്ധിപ്പിച്ചപ്പോൾ 2 ബീക്കറിലെയും താപനിലയ്ക്ക് എന്ത് മാറ്റം നിരീക്ഷിച്ചു? So here we are going to alter the value of current by using rheostat. So reducing the value of resistance in this rheostat, the value of current increases. ഇനി എന്താ സംഭവിക്കുക? കറണ്ടിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഇക്വേഷൻ പ്രകാരം എന്താ? H = I²RT അല്ലേ? H = I²RT ഐന്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടും അല്ലെ? ഐന്റെ വാല്യൂ കൂടുന്ന സമയം ഹീറ്റ് എന്താ? സ്ക്വയർ ടൈംസ് കൂടി. ഇപ്പോൾ ഉദാഹരണം ശ്രദ്ധിച്ചോ, ഐ ഇപ്പോൾ 1 ആംപിയർ ഉള്ളതെന്ന് വെച്ചോ. 1 ആംപിയർ ഉള്ള ഞാൻ റിയോസ്റ്റാറ്റിക് എന്ത് ചെയ്ത് വാല്യൂ ചെയ്തിട്ട് ഐന്റെ വാല്യൂ 2 ആംപിയർ ആക്കി മാറ്റി. ഈ 2 ആംപിയർ ആക്കി മാറ്റാൻ എന്താ സംഭവിക്കുക? നമ്മൾ ഇക്വേഷൻ പ്രകാരം എന്താ പഠിച്ചത്? H = I²RT അല്ലെ? H = I²RT ഞാൻ 2I ആക്കി മാറ്റി. RT എന്താ സംഭവിക്കും? ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ 4I²RT എന്ന് വരും അല്ലേ? നോക്കിയാ, ഐന്റെ വാല്യൂ 2 മടങ്ങ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹീറ്റ് എത്ര മടങ്ങാണ് കൂടുന്നത്? 4 ടൈംസ്. when value of current I increases 2 times,
ഐൻ്റെ വാല്യൂ 2 ഇരട്ടി ആയാൽ ഹീറ്റ് എന്താ സംഭവിക്കുക? ഹീറ്റ് ഇൻക്രീസ്ഡ് ബൈ 4 ടൈംസ്, 4 മടങ്ങായിട്ട് കൂടും. അത് നിങ്ങൾ പഠിച്ചേക്കണേ, ചില ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ ഇക്വേഷനിൽ കൊടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ കൊടുക്കുക, H = I2RT എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊടുത്തല്ലേ. ഈ ഐ ഇപ്പോൾ 1 ആംപിയർ ആണെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു. ഇനി അടുത്ത സമയം എന്തായി? 2 ഇരട്ടിയായി, 2 ടൈംസ് ആയി. അപ്പോൾ എന്ത് ചെയ്യും? 2i ആയിട്ട് മാറും അല്ലേ. ഇനി നമ്മുടെ ഇക്വേഷൻ I2 ആണ്. അപ്പോൾ കറണ്ട് ഇതിപ്പോൾ ഐ ഉള്ളത് 2i. ഇനി അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ സ്ക്വയർ എഴുതി, RT അതേപോലെ അവിടെ എഴുതി. ഇനി 2iൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ സ്ക്വയർ ആയിരിക്കെല്ലാം ബാധക? ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ബാധകമാണ് ആ സ്ക്വയർ. അപ്പോൾ 2 ഇവിടുത്തെ 2 സ്ക്വയർ, 2 സ്ക്വയർ ഇൻറ്റു ഇവിടുത്തെ I8 സ്ക്വയർ ഇൻറ്റു R ഇൻറ്റു T. 2 സ്ക്വയർ എത്രയാണ്? 4I2RT. ഇത് I2RT പഴയ അതേ ഇക്വേഷൻ അല്ലേ. അപ്പോൾ പഴയ അതേ ഹീറ്റിൻ്റെ എത്ര ടൈംസ് ആയി? 4 ടൈംസ് ആയി. ഓക്കെ അല്ലേ. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ 2 ടൈംസ് കൂടിയാൽ ഹീറ്റ് എനർജി എന്ത് ചെയ്യും? 4 ടൈംസ് ഇൻക്രീസ് ചെയ്യും. ഈ 2 ബീക്കറിലുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ നിലവിലുള്ളതിനേക്കാളും വീണ്ടും എന്ത് ചെയ്യും? കൂടാൻ തുടങ്ങും. ഇതിലുള്ള വെള്ളത്തിന് നല്ലോണം ടെമ്പറേച്ചർ കൂടും അല്ലേ. എന്താ കാരണം? ഇവിടെ കറണ്ട് നല്ലോണം പോകുമ്പോൾ ഇവിടെ ഹൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ വീണ്ടും നല്ലോണം ഹീറ്റ് എനർജി കൂടാൻ പറയുന്നുണ്ട്. ഇതിന് കൂടുതൽ ടെമ്പറേച്ചർ ആയിരിക്കും, ഇതിനേക്കാളും കുറച്ച് കുറവായിരിക്കും. പക്ഷേ നേരത്തെയുള്ള സ്റ്റേജിനേക്കാളും കറണ്ട് കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കുറച്ചും കൂടി റൈസ് ചെയ്യും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കറണ്ട് പ്രവഹിക്കുന്ന സമയം വർദ്ധിപ്പിക്കുമ്പോൾ ബീക്കറിലെ താപനിലയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത്? സോ വി ഹാവ് ഓൾറെഡി ഇൻക്രീസസ് ഐ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? ഹിയർ വി ആർ ഗോയിങ് ടു ഇൻക്രീസ് ദി ടൈം, ടി വാല്യൂ ഓഫ് ടി ഈസ് ഗോയിങ് ടു ഇൻക്രീസ്. അങ്ങനെയാണെങ്കിൽ ടി ഇൻക്രീസ് ചെയ്തെന്ന് സംഭവിക്കുക. നമ്മൾ ഇക്വേഷൻ തന്നെ നോക്കുക. ഇക്വേഷൻ എന്താണ്? H = I2RT അല്ലേ. H = I2RT ആണ് ഇക്വേഷൻ. ആ ഇക്വേഷൻ പ്രകാരം തന്നെ നോക്കാം. H = I2R × T. ആ ഇക്വേഷൻ പ്രകാരം നോക്കുന്നതാണെങ്കിൽ ഐ ഇൻക്രീസ് ചെയ്താലുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്. When I increases by 2 times, then heat energy increases by 4 times. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ്. And next here we are going to discuss in the terms of T അല്ലേ. ടൈമിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇക്വേഷൻ പ്രകാരം ഇതെല്ലാം എന്ത് ചെയ്യാൻ? ഗുണിക്കുന്ന സമയം ഏതൊരു ടേമും കൂടുകയാണെങ്കിൽ എന്നാ സംഭവിക്കുക? ഉത്തരത്തിൻ്റെ വില കൂടിയും. ഉദാഹരണത്തിന് 10 = 5 × 2 എന്നറിയാം അല്ലേ. അതൊരു നോർമൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഞാൻ 2ന് പകരം ഇത് ഈ ടൈം ഇതാണെന്ന് വിചാരിച്ചോ, 2ന് പകരം ഞാൻ 10 എഴുതി. എന്നാ സംഭവിക്കുക? ആൻസർ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും? 50 ആവും. അപ്പോൾ നമ്മൾ ഗുണിക്കുന്ന ഇക്വേഷനിൽ ഏതെങ്കിലും ഒരാൾക്ക് സംഖ്യയിൽ ഇൻക്രീസ് ആകുന്ന സമയം എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ഉത്തരം കൂടും. അങ്ങനെയാണെങ്കിൽ വെൻ ടൈം ഇൻക്രീസസ് ഹീറ്റ് എനർജി ഓൾസോ ഇൻക്രീസസ്. സോ വെൻ വി ആർ ഗോയിങ് ടു ഇൻക്രീസ് ദ ടൈം, എന്താ ചെയ്യുന്നത്? ടൈം ഇൻക്രീസ് ചെയ്യാൻ പോകുന്ന ടൈം ഇപ്പോൾ ഓൾറെഡി ഉള്ള ടൈം കുറച്ചും കൂടി നേരം കൂട്ടുന്ന സമയം എന്ത് ചെയ്യും? ടീൻ്റെ വാല്യൂ കൂടി. ടീൻ്റെ വാല്യൂ കൂടുന്ന സമയം ഹീറ്റ് ഓൾസോ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ രണ്ടാൾക്കാരും നിലവിൽ ഹീറ്റ് വീണ്ടും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ദിസ് കോയിൽ പൊസസ് മോർ ഹീറ്റ് ദാൻ ദാറ്റ് ഓഫ് കോപ്പർ. ഓക്കെ അല്ലേ. കാരണം എന്താ? നിക്രോം വയർ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള നിക്രോം വയറിന് റെസിസ്റ്റിവിറ്റി ഹൈ ആണ്. അതുകൊണ്ട് അതൊരു ഹീറ്റിംഗ് കോയിലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി കുറച്ച് കാര്യം കൂടിയും, ഏറ്റവും റെസിസ്റ്റിവിറ്റി ഹൈ ആയിട്ടുള്ള മെറ്റൽ നിങ്ങളോട് ഏതാണെന്ന് ചോദിച്ചാൽ, അതായത് ഹയസ്റ്റ് മെറ്റൽ വിച്ച് പോസസിങ് ഹൈ റെസിസ്റ്റൻസ്, ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് പോസ് ചെയ്യുന്ന മെറ്റൽ ചോദിച്ചാൽ ഏതാണ് ഉത്തരം? അന്ന് ഞാൻ പറഞ്ഞു യെസ്, ടങ്സ്റ്റൺ. ഓക്കെ ആണല്ലോ. ടങ്സ്റ്റൺ. ഓക്കെ. അതിൽ അപ്പോൾ എന്താ? ഹയസ്റ്റ് റെസിസ്റ്റീവ് മെറ്റൽ. ഇനി ഹയസ്റ്റ് റെസിസ്റ്റീവ് മെറ്റീരിയൽ ചോദിച്ചാൽ ഏതാ പറയാ? നമ്മൾ നിക്രോം അറിയാം. എന്താ നിക്രോം എന്ന് പറയുന്നത് മെറ്റീരിയൽ എന്ന് പറയാൻ കാരണം അത് ഒരു അലോയ് ആണ്. എന്താണ് അലോയ്? അലോയ് ഈസ് ഫോംഡ് ബൈ യൂസിങ്. അലോയ് ചോദിച്ചാൽ എന്താ പറയുക? നമ്മൾ നിക്രോം പറയാം. അപ്പം നമ്മൾ നിക്രോം എന്താ മെറ്റൽ എന്ന് പറയാത്തത്? നിക്രോം ഈസ് നോട്ട് എ മെറ്റൽ, നിക്രോം ഈസ് എ അലോയ്. ഇനി എന്താ അലോയ്? അലോയ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് മോർ ദാൻ 2 മെറ്റൽസ് ഈസ് കോൾഡ് അലോയ്. അലോയ് ഈസ് നോൺ ആസ് കോമ്പോസിഷൻ ഓഫ് മോർ ദാൻ 2 മെറ്റൽസ്, മോർ ദാൻ 1 മെറ്റൽ. ഒന്നിൽ കൂടുതലോ മെറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടുള്ള എന്താ സങ്കരം, ലോഹ സങ്കരത്തിന് എന്താ പറയുക? അലോയ് എന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ നിക്രോമിൽ ആരെല്ലാം ഉണ്ട്? നിക്കൽ എന്ന് പറഞ്ഞൊരു മെറ്റൽ ഉണ്ട് അല്ലേ, പിന്നെ കോപ്പർ എന്ന് പറഞ്ഞ മെറ്റൽ ഉണ്ട്, പിന്നെ അയൺ എന്ന് പറഞ്ഞ മെറ്റൽ ഉണ്ട്. ഈ 3 മെറ്റൽസും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നിക്രോം ഉണ്ടായത്. അപ്പൊ നിക്രോം എന്ന് പറഞ്ഞ ഒരു അലോയ് എന്ന് വെച്ചാൽ എന്താ? യെസ്, കോമ്പോസിഷൻ ഓഫ് മോർ ദാൻ 1 മെറ്റൽസ്. ഓക്കെ അല്ലേ, ലോഹ സങ്കരം.
ഒന്നോ അതിൽ കൂടുതലോ ലോഹസങ്കരങ്ങളിൽ എന്താ പറയുക, അലോയ് എന്ന് പറയുക. ഇപ്പോൾ ടങ്സ്റ്റൺ. ഇനി നെക്സ്റ്റ് ലോവസ്റ്റ് റെസിസ്റ്റീവ് മെറ്റൽ. ലോവസ്റ്റ് റെസിസ്റ്റീവ് മെറ്റൽ അതായത് റെസിസ്റ്റൻസ് ഏറ്റവും കുറവുള്ള മെറ്റൽ. ആ മെറ്റലിനെ കൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? യെസ്, നമ്മുടെ സർക്യൂട്ടുകളിൽ നമുക്ക് ആ മെറ്റൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ എന്താ ഉപയോഗിക്കുക, എവിടെയും ഒരു നമുക്ക് നഷ്ടം ഉണ്ടാവും അല്ലേ. ഇത് ഈ 6 വാല്യൂ കൂടുന്നതാണെങ്കിൽ നമുക്ക് എനർജി എങ്ങനെ നഷ്ടമാവും? ഹീറ്റ് എനർജി ആയിട്ട് നഷ്ടപ്പെടും. ഹീറ്റ് എനർജി ആയിട്ട് നഷ്ടപ്പെട്ട് നമുക്ക് കിട്ടുന്ന കറണ്ടിൻ്റെ അളവ് എന്ത് ചെയ്യും? വീണ്ടും കുറയും. ഹീറ്റ് എനർജി ആയിട്ട് നഷ്ടപ്പെടുന്നതാണെങ്കിൽ ഓക്കെ അല്ലേ, നമുക്ക് കിട്ടുന്ന എനർജി വീണ്ടും കുറയും. അപ്പോൾ നമ്മൾ ഹീറ്റ് എനർജി നഷ്ടപ്പെടാണ്ട് റെസിസ്റ്റൻസ് കുറക്കണം അല്ലേ, റെസിസ്റ്റൻസ് കുറക്കണം. അതുകൊണ്ട് ഏറ്റവും റെസിസ്റ്റൻസ് കുറവുള്ള മെറ്റലാണ് സിൽവർ. Ag. ഓക്കെ, Ag ആണ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ സിൽവർ. ഇനി പക്ഷെ നമ്മളെ വീട്ടിൽ നമ്മൾ സിൽവർ അല്ല യൂസ് ചെയ്യുന്നത് അല്ലേ. സിൽവർ ആണോ യൂസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ ഏറ്റവും റെസിസ്റ്റൻസ് കുറവുള്ള മെറ്റൽ സിൽവർ ആണ്. ആ സിൽവർ അപ്പോൾ നമുക്ക് ഹീറ്റ് എനർജി എന്ത് ചെയ്യും? വളരെ കുറവായിരിക്കും. ഹീറ്റ് എനർജി ലോസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഉപയോഗിച്ച എനർജിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ സർക്യൂട്ട് വർക്ക് ചെയ്യാനും കാര്യത്തിനുള്ള ഉപയോഗിക്കാൻ പറ്റും. എനർജി നമുക്ക് ലോസ് ആവില്ല. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ സർക്യൂട്ടിൽ സിൽവർ യൂസ് ചെയ്യാത്തത്? സിൽവറിന് ഹയസ്റ്റ് കോസ്റ്റ് അല്ലേ. നാട്ടിലുള്ള ഏറ്റവും വലിയ സ്വർണം കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയുള്ള ഒരു മെറ്റലാണ് സിൽവർ. ആ സിൽവർ വെച്ച് നമ്മുടെ വീട്ടിലുള്ള വയറിംഗ് എല്ലാം പിന്നെ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ അതിന് മാത്രം പൈസ വേറെ കാണേണ്ടി വരും. അപ്പോൾ സിൽവർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതിനേക്കാളും കുറച്ചും കൂടി താണ മെറ്റലാണ് യൂസ് ചെയ്യുന്നത്. ഏതാണ്? യെസ്, കോപ്പർ വയർ നമ്മുടെ വീട്ടിലുള്ള വയറിംഗ് യൂസ് ചെയ്യും. പക്ഷെ സിൽവർ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഉണ്ട്. അതായത് സോളാർ പാനൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? സോളാർ പാനൽ അതായത് സൺലൈറ്റ് വെച്ചിട്ട് സൺലൈറ്റ് കൊള്ളുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസാണ് സോളാർ പാനൽസ്. ആ സോളാർ പാനലിൻ്റെ ഉള്ളിൽ സർക്യൂട്ടിൽ നമ്മൾ സിൽവർ യൂസ് ചെയ്യും. അതുകൊണ്ടാണ് സോളാർ പാനൽ അത്രയും അത്യാവശ്യം നല്ല പൈസയുള്ള സാധനമാണ് സോളാർ പാനൽ. അപ്പോൾ സോളാർ പാനലിൻ്റെ ഉള്ളിൽ എന്ന സിൽവർ മെറ്റലാണ് യൂസ് ചെയ്യുന്നത്. ഇനി കോപ്പർ നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്നത് അല്ലേ. പിന്നെ നമ്മളെ KSEBിൻ്റെ പോസ്റ്റിലൊന്നും കോപ്പർ വയർ കാണാത്ത. ഞാൻ പറഞ്ഞ് സിൽവറിനേക്കാൾ അത്യാവശ്യം നല്ല മെറ്റൽ ഏതാ? കോപ്പറാന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ കോപ്പർ വയർ നേടിയും പോസ്റ്റിൽ KSEBിൻ്റെ പോസ്റ്റിലൊന്നും കോപ്പർ വയർ കാണുന്നില്ല? അതിന് പകരം അവിടെ KSEBിൻ്റെ പോസ്റ്റിലെല്ലാം ഉപയോഗിക്കുന്നത് അലൂമിനിയം Al. ഓക്കെ അല്ലേ, അലൂമിനിയം യൂസ് ചെയ്യുന്നു. അതെന്താ കാരണം? യെസ്, കോപ്പർ വയറിൻ്റെ പ്രശ്നം നടന്നു. കോപ്പർ വയർ ക്വാളിറ്റി എല്ലാം ഓക്കെയാണ്, പക്ഷേങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ഭാരമുള്ള മെറ്റലാണ് കോപ്പർ. അപ്പോൾ നമ്മൾ ഈ വയറിങ്ങിനെല്ലാം ഓക്കെയാണ്, പക്ഷെ നമ്മളെ പോസ്റ്റിനൊന്നും ഈ വെയിറ്റ് അധികം താങ്ങാൻ പറ്റില്ല കോപ്പർ വയർ. മനസ്സിലായോ? അലൂമിനിയത്തിന് വെയിറ്റ് കുറവായതുകൊണ്ട് ഇതിനേക്കാളും കുറച്ച് റെസിസ്റ്റൻസ് കുറച്ച് അലൂമിനിയത്തിന് കൂടുതലാണ്. പക്ഷേങ്കിൽ ഓക്കെ, നമ്മളെ ഈ നിലവിലുള്ള സാഹചര്യം വെച്ച് നമുക്ക് ഇത് വെച്ച് തന്നെ നമ്മളെ എനർജി അത്യാവശ്യം നഷ്ടപ്പെടാണ്ട് തന്നെ ഇതിലെ കൂടി ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അലൂമിനിയം യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പറിനേക്കാളും വെയിറ്റ് കുറവാണ് അലൂമിനിയം, അതാണ് സ്യൂട്ടാണ്. പക്ഷേ കോപ്പർ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ ട്രാൻസ്ഫോമർ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ? ചില ഈ പോസ്റ്റിൻ്റെ സൈഡിൽ തന്നെ അത്യാവശ്യം വലിയൊരു സാധനം ട്രാൻസ്ഫോമർ, വോൾട്ടേജ് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ട്രാൻസ്ഫോമർ. ഓക്കെ, ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലെല്ലാം കോപ്പർ വയറാണ് യൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സും കൂടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഇനി നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്താണെന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. റെസിസ്റ്റൻസിൻ്റെ പ്രത്യേകതകൾ. ഇവിടെ ജസ്റ്റ് റെസിസ്റ്റൻസിൻ്റെ കാര്യം, റെസിസ്റ്റൻസ് കൂടുമ്പം ഹീറ്റ് എനർജീൻ്റെ വാല്യൂ മാറുന്ന കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. റെസിസ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടീസ്, എന്താണ് റെസിസ്റ്റൻസ്, ഇനി ഈ റെസിസ്റ്റൻസ് കാരണം നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ടോ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ, എങ്ങനെ സർക്യൂട്ടിൽ റെസിസ്റ്റൻസിൻ്റെ കൊണ്ട് എന്തൊക്കെ മാറ്റം വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഇക്വേഷൻ പഠിച്ചാൽ അധികം എന്തായാലും നമ്മുടെ പരീക്ഷയ്ക്ക് ഈ ഒരു ബേസിൽ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ എന്തായാലും ഈ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അത്രയും എക്സ്പേർട്ട് ആയാലും മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് പരീക്ഷകൾ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഒരു കാര്യം കൂടി ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ എടുക്കുക. ഒരു ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എത്ര പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്താൽ, അതായത് ആ പാഠമായിട്ട് ബന്ധപ്പെട്ട പരമാവധി ക്വസ്റ്റ്യൻസ് എത്ര നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ആ പാഠമായിട്ട് ബന്ധപ്പെട്ട പരമാവധി കൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഫിസിക്സിൻ്റെ പ്രത്യേകത.
അതായത് നിങ്ങൾ മാത്സ് ഓറിയൻറ്റഡ് ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അന്നന്ന് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ആ പാഠമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള കൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് മാക്സിമം ചെയ്താൽ നിങ്ങൾക്ക് അത്രയും കൺസെപ്റ്റ് വേഗം എന്ത് ചെയ്യും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലേ?